സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മൾക്ക് സെൽഫ് കുക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു. നമ്മുടെ കുക്കിംഗ് സാധനങ്ങളൊക്കെ, പൗഡർ ഐറ്റംസ്, ഓയിൽസ്, അങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുക്കാം. സോ ആ സാധനങ്ങൾ വരുന്നതും അത് ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നതും ഓർഡറൊക്കെ ആക്കി വെക്കുന്നതും അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാം. അപ്പൊ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും ചെയ്യുന്നതായിരിക്കും. സോ സോ വെൽക്കം ബാക്ക് ടു ലൈഫ് ഹിസ്റ്ററി ബൈ അലീന. സോ നമ്മൾ സാധനം മേടിച്ചിട്ട് വന്നു. അപ്പം ഇതാണ്, ഇത്രയും സാധനങ്ങളുണ്ട്. എന്തൊക്കെ സാധനങ്ങളും നമുക്ക് നോക്കാം. സവാളയാണ്, അരക്കി ചേർത്ത്, പിന്നെ ജിഞ്ചർ, പിന്നെ ഇതൊരു നോട്ട്ബുക്കാണ്. ഞാൻ ജസ്റ്റ് ക്യൂരിയോസിറ്റി ഇല്ല അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ടർമറിക് പൗഡറാണ്. ഇത് ജാഗിരിപ്പൊടി, കാരണം ഞാൻ പഞ്ചസാര അങ്ങനെ യൂസ് ചെയ്യാറില്ല. പഞ്ചസാരയ്ക്ക് പകരം ജാഗിരി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് പെപ്പർ പൗഡറാണ്. പിന്നെ ഇത് മുട്ടയാണ്. ഇത് ചെറുപയറാണ്. ചെറുപയർ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നൈറ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു. പിന്നെ ഇത് 2 പാക്കറ്റ് പാലാണ്. റൗണ്ട് മിൽക്കാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ചീത്തയാക്കും. പിന്നെ ഇത് ചിക്കൻ മസാല. ഇത് ചായപ്പൊടിയാണ്. ചായ ഞാൻ അങ്ങനെ ഒന്നും കുടിക്കാറില്ല, ഞാൻ മേടിച്ച് കുടിക്കാറ്. പിന്നെ മോഡേണിൻ്റെ ഒരു വീറ്റ് ബ്രെഡാണ്. ഞാൻ ഓയിൽ ഓർഡർ ചെയ്തായിരുന്നു, അത് പക്ഷെ വന്നില്ല. അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിച്ചത്. അത് ജസ്റ്റ് നോക്കട്ടെ എൻ്റെ റീഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒതുക്കി വെക്കാം. ഓക്കെ. ഓയിൽ നോക്കിയിട്ട് ഓയിൽ കിട്ടിയില്ല. ഓയിലിൻ്റെ എമൗണ്ട് റീഫണ്ട് ആവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാം ഡെലിവറി ചാർജ് കൊടുക്കും. നല്ല മഴയാണ് പുറത്ത്, അപ്പം ചാർജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഡെലിവറി ചെയ്ത് നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. 80 രൂപയുടെ ഓയിലിന് 200 രൂപ കൊടുക്കണമെന്ന് കാണിക്കുന്നു. അപ്പം ഞാനത് ഓർഡർ ചെയ്തില്ല, നാളെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓയിൽ കുറച്ചുണ്ട്. ഓയിലായിരുന്നു എനിക്ക് മെയിൻലി വേണ്ടുന്നത്. സോ നമുക്ക് എന്തായാലും ഇതൊക്കെ ഇപ്പോൾ കറണ്ട് ഒതുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യണം, ബർണറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. ഓക്കെ. ഇതാണ് നമ്മുടെ മസാല ബോക്സ്. ഇതിനകത്താണ് നമ്മൾ പെപ്പർ പൗഡറും ചിക്കൻ മസാലയും അതേപോലെ തന്നെ ടർമറിക്കും ഇടുന്നത്. ഓക്കെ. ഇതിൽ ഓൾറെഡി മുളക് പൊടി ഉണ്ട്. ഇത് 2 മുളക് പൊടിയാണ്. ഇത് ടർമറിക്കും, ഇത് 2 പെപ്പർ പൗഡറും, ഇത് 2 ചിക്കൻ മസാലയാണ്. സോ ഇത്രയും മസാല മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് റീഫിൽ ചെയ്യാം.
ഇതിലുള്ള ചിക്കൻ മസാലയാണ്. അപ്പോൾ അതെടുത്ത് നമുക്ക് പുറത്ത് വയ്ക്കാം. ടർമറിക്കാണ്, മുഴുവൻ ടർമറിക്ക് കൊള്ളത്തില്ല, നമുക്ക് കുറച്ച് ഇതിലകത്തേക്ക് ഇടാം. ഒരു കളർ ഡിഫറൻസ് കണ്ടോ? മുന്നത്തെ ടർമറിക്കും ഈരുടെ ടർമറിക്കും തമ്മിൽ. സോ ഇത് നിറച്ചു, പക്ഷേ ഇത്രയും ബാലൻസ് ഉണ്ട്. അപ്പം ഞാനിത് മാറ്റി വെക്കുകയാണ്. സോ ഇനി പെപ്പർ പൗഡറാണ്. അപ്പം പെപ്പർ പൗഡർ ഇതിലേക്കിടാം. സോ ഇത് നിറച്ചു. അപ്പം 2 പെപ്പർ പൗഡർ, 2 ചിക്കൻ മസാല, 1 ടർമറിക്. സോ നമുക്ക് മുളക് പൊടി ഓൾറെഡി അതിനകത്ത് ക്ലീൻ ചെയ്യണമായിരുന്നു, പക്ഷേ ഇപ്പോൾ സമയമില്ല. ഇനി ഇതിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. സോ നമ്മുടെ മസാല അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കും. ഇനിയുള്ളത് ബ്രെഡാണ്. ബ്രെഡ് ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഇവിടെ ഒരു ഡബ്ബയുണ്ട്, ആ ഡബ്ബയ്ക്ക് മുകളിൽ വെക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കറൻലി ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കുകയാണ്. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ 2 പാലാണെങ്കിലും ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് വയ്ക്കാം. ഇതിൽ ഓൾറെഡി ചപ്പാത്തിയുടെ ഇതിനകത്ത് ഓൾറെഡി ഒരു പാലുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ നമുക്ക് വയ്ക്കാം. സോ നമുക്ക് ചപ്പാത്തി ഇവിടെ വയ്ക്കാം. സോ അത് സെറ്റായി. മുട്ട ഉണ്ട്. അപ്പം ഈ മുട്ട ഇതേപോലെ ഒരു വലിയ പാത്രത്തിലാണ് ഇട്ട് വയ്ക്കുക. അത് ഓൾറെഡി 3 മുട്ടയുണ്ട്. അപ്പം ഈ ഒരു മുട്ട നമുക്ക് മാറ്റാം. ഇതെടുത്ത് ഇവിടെ വയ്ക്കാം. നമുക്ക് ആദ്യം യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ജാഗ്രിപ്പൊടിയാണ്. അത് ഓൾറെഡി നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പാത്രത്തിലായിരുന്നു നമുക്ക് ഇതിനകത്ത് വേണ്ടിയിട്ട്.
അത് സെറ്റാക്കി. ഇനി നമുക്ക് ഈ ചെറുപയറുകറിയും അതേപോലെ തന്നെ ചായപ്പൊടി ഇടണം. ചായപ്പൊടി ഇടാനൊരു പാത്രമുണ്ട്, നമുക്കതിൽ കൊള്ളോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ചെറുപയർ ഇതിനകത്തിടാം. അതായത് ഞാൻ ഉപ്പിട്ട് വെച്ചൊരു പാത്രമാണ്. ഇത് ഞാൻ കഴുകി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിടാം. സോ സെറ്റായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചായപ്പൊടിയാണ്. ഇതാണ് ഞാൻ ചായപ്പൊടി ഇട്ട് വെച്ചിരുന്ന പാത്രം. ഇത് പക്ഷേ 250 ഇതിൽ കൊള്ളു നടത്തില്ല. ഇന്ന് നോക്കാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 250 മേടിച്ച സമയത്തെ എന്താ പറയുക, ഇതിൽ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ അടച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും ഉണ്ടായിരുന്നു. ഇതിനി എന്തായിരുന്നു, അതായിരുന്നു. അത് കൺഫ്യൂഷനായി. എന്തായാലും ഇതിട്ടില്ലേ, ഇതിൽ തന്നെ വയ്ക്കാം. ഓക്കെ, ഇതിനെല്ലാം സെറ്റായി. ഇനി സവാള ഉണ്ട്. സവാള കാരണം ചീത്തയായിട്ടുള്ളത് കണ്ട് ഓൺലൈൻ മേടിച്ചുകൊണ്ടാണ്. അപ്പം കുഴപ്പമില്ല, പുറം തൊലിക്കും ഒക്കെ പ്രശ്നം ഉണ്ടാവും. സാധനങ്ങളെല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലീൻ ചെയ്യാം. സോ ഇത് നമ്മൾ അടച്ചു വെച്ചില്ല, നമുക്ക് അടച്ചു വയ്ക്കാം. സോ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ നമുക്കൊന്ന് ഇതാണ് ഇത് രണ്ടുമാണ് എൻ്റെ കബോർഡ് കേട്ടോ. ഇത് അതേപോലെ തന്നെ ഇത് നമുക്കൊന്ന് ഒതുക്കി വെക്കാം. ഒരുപാട് നാളായി ഞാൻ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കണമെന്ന് വിചാരിക്കുന്നത്. ഈ കിച്ചൺ കബോർഡ് മാത്രമല്ല, എൻ്റെ വാർഡ്രോബ് ഞാൻ ഒതുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. പക്ഷെ അതിന് പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ കിച്ചൺ കബോർഡ് വല്ലപ്പോഴും ആണ് ഒന്ന് ഒതുക്കുന്നത്. വല്ലപ്പോഴും എന്നല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു റൂമിലേക്ക് മാറിയതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും കബോർഡ് ഒതുക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഡെയിലി കുക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരുപാട് മസാലാസ് ഇട്ടിട്ടോ ഒന്നും അല്ല കുക്ക് ചെയ്യുന്നത്. നോർമൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച പോലെ ചിക്കൻ മസാല ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് സവാളക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മസാല ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചിക്കൻ മസാല, അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എനിക്ക് മസ്റ്റാണ് കേട്ടോ. കാരണം ഞാൻ പണ്ട് തൊട്ടേ കുരുമുളക് പൊടി ഇട്ട് ശീലിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതലും മുട്ട പൊരിക്കുമ്പോഴാണെങ്കിലും ചിക്കൻ കറി വെക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഉള്ളിക്കറി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഒക്കെ കുരുമുളക് പൊടി ഇടും. അതെനിക്ക് ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുരുമുളക് പൊടിക്കൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് പാക്കറ്റ് മേടിച്ചുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അത്രയ്ക്കൊരു ടേസ്റ്റ് പോരാ എൻ്റെ ഒരു കുരുമുളക് പൊടിക്ക്. അപ്പോൾ ഞാനിനി വീട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. നമ്മൾ നാച്ചുറൽ കുരുമുളകാണല്ലോ, അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതിന് അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷേ ഈ കുരുമുളക് പൊടിക്ക് ഇത്രയും വിലയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നോർമൽ ഒരു മസാലയെക്കാട്ടും കുരുമുളക് പൊടിക്ക് വിലയുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് കളയാനും പറ്റത്തില്ല. പിന്നെ നമ്മൾ കൂടുതലും ഓംലെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ കബോർഡെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് പച്ചക്കറികളെല്ലാം ഒന്ന് സൈഡാക്കുകയാണ് കേട്ടോ. ഞാൻ അധികം പച്ചക്കറികൾ മേടിക്കാറില്ല. എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രമേ ഞാൻ എപ്പോഴെപ്പോഴും മേടിക്കാറുള്ളൂ. കാരണം
പച്ചക്കറി ഇരുന്നാൽ ചീത്തയിപ്പോൾ. ഞാൻ മെയിൻലി സവാള, തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ എപ്പോഴും മേടിക്കും കേട്ടോ. കാരണം ഇഞ്ചി ഇട്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അതേപോലെ തന്നെ വെളുത്തുള്ളി എനിക്ക് എല്ലാത്തിനും മസ്റ്റാണ്. വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വരുമ്പം. ഇത് കോളിഫ്ലവർ എൻ്റെ ഒരു കൊളീഗിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു. അത് അവൾക്ക് ഫ്രൈ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കോളിഫ്ലവർ. അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു. അപ്പം ഞാൻ മെയിൻലി പച്ചക്കറികളൊന്നും അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് പച്ചക്കറി കഴിക്കുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ആ ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ ChatGPTയും അല്ലാത്ത യൂട്യൂബൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് സെറ്റായി. ഉച്ചയ്ക്ക് എനിക്ക് ചോറ് കഴിക്കണം കേട്ടോ. ചോറ് എനിക്ക് മസ്റ്റാണ്. ഒരു കുറച്ചാണെങ്കിലും എനിക്ക് ചോറ് കഴിക്കണം. ഞാൻ സാധാരണ 3 നേരം ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് ഞാനിപ്പോൾ ഒറ്റ നേരത്തേക്കാക്കി. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ കറൻറ്റ്ലി ഞാനത് ഒറ്റ നേരത്തേക്കാക്കി ചുരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു ചോറിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി എനിക്ക് കുറയ്ക്കണം. ഞാൻ കുറച്ചാണ് ചോറ് കഴിക്കുന്നത്. പക്ഷെ എന്നാലും അത് കുറച്ചുകൂടെ ഒന്ന് കുറച്ചാലേ എനിക്ക് എൻ്റെ ഡയറ്റ് ഒന്ന് പ്രോപ്പറാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ കിച്ചൺ ഒതുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു വർക്കായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്കിഷ്ടമാണ് ചെയ്യാൻ. പിന്നെ ഈ വീഡിയോ എടുക്കുകയും കൂടെ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്താൽ എപ്പോഴും ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം അല്ലാതെ നമ്മൾ ഒരു ബേർഡനായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായിരിക്കും. സോ അതിലും നല്ലത് നമ്മളതിലൊരു താല്പര്യം കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഈ സോയാബീൻ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയാബീൻ നമുക്ക് ഇരിക്കും, അതായത് കുറച്ച് കാലത്തേക്ക് ഇരിക്കും. അപ്പോൾ നമുക്ക് ഒരു മന്ത്ലി വൺസൊക്കെ ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മന്ത് മൊത്തം സോയാബീൻ വെച്ച് ഓടിക്കാം. ചോറ്, സോയാബീൻ, മുട്ട, ഈ 3 ഞാൻ മെയിൻലി കഴിക്കുക. കാരണം നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. അതേപോലെ തന്നെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകത്തില്ല. മുട്ട ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് ബൾക്കായിട്ട് തന്നെയാണ് എപ്പോഴും മേടിച്ച് വെക്കാറ്. കാരണം 1-2 മുട്ടയൊക്കെ ഞാനൊരു ദിവസം യൂസ് ചെയ്യാറുള്ളൂ. മുട്ട പുഴുങ്ങി ഞാൻ കഴിക്കാറുണ്ട്. ചിലപ്പോൾ രാത്രി അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഞാൻ മുട്ട പുഴുങ്ങിയതും പാലുമായിട്ട് കഴിക്കും. അല്ലാത്തപ്പോൾ നമ്മൾ മുട്ട ഓംലേറ്റൊക്കെ ആയിട്ട് കമ്പനിയിലുള്ളവർക്കും കൊണ്ടുപോകും. അതേപോലെ തന്നെ എനിക്കും കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വർക്കാണ് കേട്ടോ ഈ കിച്ചണിൻ്റെ ആ ഒരു സിങ്കല്ലല്ലോ, ആ ഒരു ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു വർക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വീട്ടിൽ നിന്നാണെങ്കിലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ആ ഒരു സ്റ്റെപ്പ് ചെറുതൊന്നുമില്ലേ, അതാണ് എൻ്റെ മെയിൻ പാർട്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് എപ്പോഴും ചൂടായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ എന്താ പറയുക നനയ്ക്കാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു സാധനം സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അഴുക്ക് പിടിച്ചൊരു ആ ഒരു ബർണറൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആ ഒരു വൃത്തിയാക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നമുക്ക് ആ ഒരു അടുക്കള പകുതി കൂടുതൽ ക്ലീൻ ആവും ആ ഒരു ബർണർ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ. കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ പറയാം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് ആക്ച്വലി ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇനീഷ്യലി എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഒരു കോംപ്ലക്സ് അല്ല, ഒരു എന്താണെന്നറിയത്തില്ല, മുഖം കാണിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതെല്ലാം ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് ആക്ച്വലി ഇപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിലാണ്. സോ അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത സമയത്ത് ഐ ഫീൽ വെരി പ്രൗഡ് ഫോർ മൈ സെൽഫ്. ബിക്കോസ് ഐ ആം എ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് വുമൺ. ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാതെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഐ എം എ ഇൻഡിപെൻഡൻറ്റ് വുമൺ. അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. മേ ബി നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ലൈഫായിരിക്കും മേ ബി ഇത്. കാരണം അപ്പം ഞാനാണെങ്കിലും നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ലോ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷെ അതല്ലാതെ നിങ്ങൾ വേറൊരു സൈഡ് ചിന്തിക്കുക. കാരണം നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതി ഫ്രീഡം കിട്ടാത്ത, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതി ഏണിങ്സ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത്. സോ അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പം ആഗ്രഹിക്കുന്നൊരു ലൈഫാണ് നമ്മൾ ആക്ച്വലി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, നമ്മൾ കിട്ടിയാലും നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവുക. എന്നിട്ട് നമ്മൾക്ക് എന്താണോ ഇനി വേണ്ടത് അതിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുക. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഞാൻ ഒരിക്കലും ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സെൽഫ് കുക്കായിട്ട് നിൽക്കുമെന്നോ. പക്ഷേ ഞാനത് കോളേജ് ലൈഫിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ അതെന്ന് പറയുന്നത് നമുക്കധികം മെച്യൂരിറ്റി ഇല്ലാത്തൊരു പ്രായമായിട്ടുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വില നമുക്കറിയത്തില്ലായിരുന്നു. അതായത് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ലൈഫാണ് ആക്ച്വലി നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് രാവിലെ
ഹോസ്റ്റലിനെക്കാട്ട് എന്തുകൊണ്ട് എളുപ്പം ഇതാണ്, അല്ലെങ്കിൽ ടൈം റെസ്ട്രിക്ഷൻസ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ആക്ച്വലി അപ്പാർട്ട്മെൻറ്റ് എടുത്ത സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ നമ്മളായിട്ടിരിക്കുന്നൊരു പീസ്ഫുൾ മൊമെൻറ്റ് നമുക്ക് അവിടെ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ അഡിക്റ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ. സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പോഴും കാണുന്നൊരു സാധനമാണ് എന്ത്, നമ്മൾ ഭയങ്കര റിച്ചായിരിക്കും എപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാകുന്ന സമയത്ത്. അതൊരിക്കലും നമ്മളെ വീടായിരിക്കണമെന്നില്ല, പക്ഷെ എന്തായിരിക്കും മേ ബി നമ്മൾ നിൽക്കുന്നൊരു സ്ഥലം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമുക്കായിട്ടൊരു റൂം ഉണ്ടെങ്കിൽ ദെൻ യു ആർ റിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതെന്ന് പറയാനൊരു കിച്ചൺ ഉണ്ടെങ്കിൽ ദെൻ യു ആർ റിച്ച്. ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഞാൻ കുക്കിംഗ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അത് ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. സോ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കായിട്ടുള്ളൊരു കിച്ചൺ അല്ലെങ്കിൽ എനിക്കായിട്ടൊരു റൂം അത്രമാത്രം മതി എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കുന്ന ആ ഒരു കാര്യം മാത്രം മതി. അപ്പം എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ഞാനായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത്. എനിക്ക് വീടുണ്ട് കേട്ടോ, വീടില്ലാത്തൊന്നുമില്ല, പക്ഷേ എനിക്ക് വീടുണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അനിയത്തി, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുന്നൊരു ഫാമിലി എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആസ് എ വുമൺ, ഇപ്പം 25 ഇയേഴ്സ് ഓൾഡാണ് എനിക്ക്. അപ്പോൾ ആ ഒരു 25 ഇയേഴ്സ് ഓൾഡ് വുമണായിട്ട് ഞാൻ പറയുവാണ്, എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിരിക്കും എനിക്ക് ലൈഫിൽ എൻ്റെ വീട്, അല്ലെങ്കിൽ ഞാനുണ്ടാക്കിയ വീട് എന്ന് പറയാൻ. അതായത് എനിക്ക് ഇന്ന കാര്യങ്ങൾ, എൻ്റെ കിച്ചൺ ആ ഒരു രീതിയിൽ വേണം, അല്ലെങ്കിൽ എൻ്റെ ബാത്റൂം ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ബെഡ്റൂം ഇങ്ങനെ ആയിരിക്കണം. സോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ബിൽഡ് ചെയ്യുന്നൊരു ഹോം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. സോ അതുപോലെ നിങ്ങളും ഓരോ ഡ്രീം വയ്ക്കുക. എൻ്റെ മെയിൻ ഡ്രീം എന്ന് പറയുന്നത് ആക്ച്വലി അത് തന്നെയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അറ്റ് പ്രസൻറ്റ് അതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. ഒരിക്കലും ഡ്രീം പറയാൻ പാടില്ല എന്നാണ്, പക്ഷേ എന്നാലും ഞാൻ പറയുവാണ്. കാരണം മേ ബി ഭാവിയിൽ എപ്പോഴെങ്കിലും ഞാനത് അച്ചീവ് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ഫാമിലി എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാമല്ലോ. പണ്ട് ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഡ്രീം ഇതായിരുന്നു എന്നുള്ള കാര്യമൊന്നും. സോ എനിക്കറിയത്തില്ല ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടതെന്നുള്ളത്. കാരണം ഞാൻ എല്ലാം ഓരോന്ന് പഠിച്ചു വരുവാണ്. എനിക്കൊന്ന് 6 മന്ത്സോളായിട്ട് എന്നെ നിങ്ങൾക്കറിയാം. സോ ഞാനെല്ലാം പഠിച്ചു വരുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. ആക്ച്വലി ദയവായിട്ട് എൻ്റെ കമൻസിൽ പറയണം, അലീന നീ ഇത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ബെറ്റർ ആക്കായിരുന്നു, നീ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായേനെ എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എനിക്ക് സജഷൻസ് തരാം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരാളുടെ പെർസ്പെക്റ്റീവിൽ മാത്രം ചിന്തിച്ചാൽ പോരല്ലോ. കാരണം ഇത് ഒത്തിരി പേരുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലേ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഒരു ഇഷ്ടങ്ങൾ എന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് പറയുക. അതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും ഇങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ ഹോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഞാൻ ആക്ച്വലി എടുത്തത്. കാരണം നമ്മളുടെ വേറൊരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ, അതായത് ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും അല്ലെങ്കിൽ കാണാനും വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ പറയാം, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻസിൽ പറയാം കേട്ടോ. സോ എന്തായാലും മിസ് ചെയ്യാതിരിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉറപ്പായിട്ടും വെയിറ്റിംഗ് ആയിരിക്കും. സോ ഞാൻ കിച്ചൺ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്, കണ്ടോ. സോ നമുക്കിനി ഈ വേസ്റ്റ് ഒന്ന് മാറ്റണം. സോ നമുക്കിനി ആ വേസ്റ്റ് കളയണം, എന്നിട്ട് കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം. സോ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയാം. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. ഹായ്. സോ ഞാൻ കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മേടിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഞാൻ അതല്ലാതെ അഡീഷണലി കുറച്ച് സാധനങ്ങളോട് മേടിച്ചിട്ടുണ്ട്. ഞാനത് മേടിച്ചപ്പോൾ ഓൾറെഡി പാത്രത്തിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് അരിയാണ്, ഞാൻ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചുകൂടെ മേടിച്ചു, ഇത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചത്, ഞാൻ റവ അന്ന് കാണിച്ചായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ റവ മേടിച്ചിട്ടുണ്ട്, എനിക്ക് ഒന്ന് കാണിച്ചായിരുന്നു തോന്നുന്നു. പിന്നെ ഈ പാക്കറ്റ് കടുക് ഞാൻ പൊട്ടിച്ചിട്ടില്ല, കടുക് പൊട്ടിക്കണം. പിന്നെ ഗീ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഓട്സാണ്, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോട്ടിൽ, ഇതെൻ്റെ ബോട്ടിലല്ല, റൂമിൽ വെച്ചിട്ടാണ്, എൻ്റെ എടുക്കാൻ പറ്റുന്ന കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. സോ ഇത്രയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ കരണ്ടി അപ്പോൾ ഓക്കെ. സോ
ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോയുടെ ബാക്കിയായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് പാക്ക് ചെയ്തൊക്കെ വീഡിയോ കാണിക്കാൻ ഒരു ക്ലിപ്പ് ആഡാക്കാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഒന്ന് റവയാണ്. റവ ഞാൻ മുന്നേ എനിക്കൊന്നും ആ ഒരു വീഡിയോയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർന്നു, അങ്ങനെ പുതിയ റവ മേടിച്ചു. പിന്നെ ടോണ്ട് മിൽക്കാണ്. ടോണ്ട് മിൽക്ക് ഞാൻ 10 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ടയാണ്, മുട്ട ഒരു 3 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സോയ ചങ്ക്സ് ആണ്. ഇത് മുൻപ് വലിയ സോയ ഞാൻ ആ ഒരു ഇതിൽ മേടിച്ചായിരുന്നു. ഒരു കുഞ്ഞു സോയയാണ്. അപ്പോൾ ഞാനിതെല്ലാം പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാം. എന്നിട്ട് ഞാൻ മറ്റേ ഒരു വീഡിയോ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഇൻക്ലൂഡ് ആക്കാമെന്ന് വെച്ചത്. സോ ഞാൻ ഓരോന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോത്തിൻ്റെയും ഇതെടുക്കാൻ ബോക്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. സോയാബീൻ ഓൾമോസ്റ്റ് തീരാറായി. ഇതിന് മുന്നേ മേടിച്ചതാണ്. പിന്നെ ഇതാണ് ഞാൻ റവ ഇട്ട് വയ്ക്കുന്ന പാത്രം. ഞാൻ എല്ലാ പാത്രവും എടുത്തിട്ട് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിട്ട് കാണിക്കും. എല്ലാം ഇവിടെ സജ്ജമാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, ഞാൻ ആ പാല് വെക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ പാല് വെക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റവ പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു പെട്ടിക്കകത്താണ്, ഈ ഒരു ബോക്സിലാണ് റവ ഇട്ട് വയ്ക്കുന്നത്. നമ്മൾ ഗുഡ് ലൈഫിൻ്റെ ഞാൻ എപ്പോഴും വാങ്ങിക്കാറ്. എന്താ വെച്ചാൽ എനിക്കറിയില്ല, ഗുഡ് ലൈഫിൻ്റെ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എക്സ്പീരി ഡോട്ടൊക്കെ ഞാൻ നേരെ നോക്കി വെച്ചായിരുന്നു. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് പാത്രം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി വയ്ക്കാൻ. സോ ഇത് സെറ്റായി. ഇനി ഞാനിതിന് മുന്നേ ഒരു കടുക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോ അല്ല, ഈ വീഡിയോ തന്നെ ആയിരിക്കും ഇത് ഇടുക. അതാണ് കുറേ മുന്നേ മേടിച്ചിട്ടാണ്. അപ്പോൾ ആ കടുകൊന്നും ഇതിലേക്ക് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് താഴെ കളയാൻ പാടില്ല. കടുക് കളഞ്ഞ് ഞാനിത് പഴയ കടുക് എടുത്തിട്ട് ഈ അടപ്പിൽ വെക്കാറ്. കാരണം ഇത് നമുക്ക് ആദ്യം എടുക്കാറ്. എന്നിട്ട് ഇത് വെച്ചിട്ട് അടപ്പ് എല്ലാവരും കടുക് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പം താഴെ കളയരുത്. ഈ ബാലൻസുള്ള കടുക് ഇതിലിട്ടിട്ട് കാര്യമില്ല, മിക്സായി പോകും. എന്നാലും നമ്മുടെ സമാധാനത്തിന് അങ്ങനെ കടുക് സെറ്റായി. പിന്നെ ഈ വലിയ സോയാബീൻ്റെ കൂടെ ചെറുതിടണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം മിക്സായി പോകത്തില്ല. സോയാബീന് ഞാൻ ഗുഡ് ലൈഫാണ് മേടിക്കുക. സോയാബീൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകും. അതുകൊണ്ടാണ് സോയാബീൻ മേടിക്കുന്നത്. മീൻ വറക്കുന്ന പോലെയൊക്കെ തിന്നുകയും ചെയ്യണം. ഇത്ര ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആദ്യം എടുക്കാം. ഓക്കെ, അതായി. സോ ബാലൻസ് ഉള്ള സോയാബീൻ ഇതിനകത്ത് ഇതെൻ്റെ ഡേറ്റ്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ്. അതിനകത്ത് ബാലൻസ് ഇതായിരിക്കും നമുക്ക് ആദ്യം എടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം
സോയാബീനായി, റവയായി, കടലയായി. പിന്നെ നമുക്ക് പാല് സെറ്റ് ചെയ്യാം. ഇതാണ് പാലിട്ടിട്ട് പാത്രം. കണ്ടോ, ഇത് ഞാൻ മേടിച്ചിരുന്നതാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതുപോലൊരു സെപ്റ്റോ പർച്ചേസാണ് എൻ്റെ. ഇതാണ് പാത്രം. സോ നമുക്ക് ഇതിനകത്തേക്ക് ഓരോ പാല് വീതം ഇറക്കി വെക്കാം. 1 2 3 4 5 6 7 6 7 8 9 10. സോ അത് കഴിഞ്ഞു. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ വെക്കാം, അടയ്ക്കാം. ഓക്കെ, ഇനി ഈ മുട്ടയെല്ലാം എടുത്ത് വെക്കാം. മുട്ട കണ്ടോ, ഞാനിതിന് മുന്നേ 12 എണ്ണം മേടിച്ചിട്ടുള്ളൊരു ട്രേ ആയത്. അപ്പോൾ അതിലേക്ക് ഞാനിത് 2 എണ്ണം ഓരോന്ന് പൊട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. ഒരെണ്ണം ഞാൻ അല്ലാതെ വെച്ചേക്കും, കാരണം ഞാൻ ഒരെണ്ണം ഞാൻ എക്സ്ട്രാ മേടിച്ചെന്നേ ഉള്ളൂ. അപ്പം അത് ഞാൻ ഇവിടുന്ന് വെക്കുന്നില്ല, കാരണം ഇവിടെ എടുത്തുകൊണ്ട് പോകണ്ടേ. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടിട്ട് വയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ മുട്ട വയ്ക്കുന്നത്. ഞാൻ മുട്ട അടച്ച് വയ്ക്കാം. എന്നിട്ട് ബാലൻസുള്ള ഈ ഒരു മുട്ട നമുക്ക് ഇതിൻ്റെ പുറത്ത് തന്നെ വയ്ക്കാം. അത് പൊട്ടിച്ചിട്ടില്ല. നമ്മളിതായിരിക്കും ആദ്യം ഉപയോഗിക്കാം, അതിനനുസരിച്ചിട്ട് ഇത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് കാണിക്കുന്ന വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ഞാൻ എപ്പോഴും ബൾക്കായിട്ട് തന്നെയാണ് ഗ്രോസറി മേടിക്കുക. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും പറയാം. ഓക്കെ, ബൈ.